നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി ഇന്ത്യക്കാരെ സ്വദേശത്തേക്ക് മടക്കി കൊണ്ടുവരുന്ന വന്ദേ ഭാരത് മിഷന്റെ രണ്ടാം ഘട്ടം ഇന്നു മുതൽ ആരംഭിക്കും. ആകെ 19 സർവീസുകളാണ് രണ്ടാം ഘട്ടത്തിലുള്ളത്. യുഎഇയിൽ നിന്നും കേരളത്തിലേക്ക് 3 വിമാനങ്ങൾ ഇന്ന് സർവീസ് നടത്തും. ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കും അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കും തിരുവനന്തപുരത്തേക്കും ഇന്ന് സർവീസുകൾ ഉണ്ടാകും. ദുബായിൽ നിന്നുള്ള വിമാനം വൈകുന്നേരം 6:30 നെടുമ്പാശ്ശേരിയിലെത്തും. ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിൽ നിന്ന് സർവീസ് നടത്തും. വൈകുന്നേരം 6:25 വിമാനം കൊച്ചിയിലെത്തും. നാളെ 2 വിമാനമുണ്ടാകും. ദുബായിൽ നിന്ന് വൈകുന്നേരം 5:40 അബുദാബിയിൽ നിന്ന് രാത്രി 8:40. രണ്ടാം ഘട്ടത്തിൽ UK, ഫിലിപ്പീൻസ്, ഇറ്റലി, US, യുക്രൈൻ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, അർമീനിയ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് കണക്ഷൻ വിമാനങ്ങളുണ്ട്. എയർ ഇന്ത്യ നടത്തുന്ന ഈ സർവീസുകൾ 20-ാം തീയതി ആരംഭിക്കും. 20-ന് ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് മുംബൈ വഴിയുള്ള വിമാനം രാവിലെ 6:45 കൊച്ചിയിലെത്തും. മെയ് 16 മുതൽ ജൂൺ 3-ാം തീയതി വരെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഇന്ത്യ വിമാനങ്ങളും സർവീസ് നടത്തുന്നത്. ദുബായ്, അബുദാബി, മസ്കറ്റ് തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം സാൻ ഫ്രാൻസിസ്കോ, മെൽബൺ, പാരീസ്, റോം തുടങ്ങി 8 സ്ഥലങ്ങളിൽ നിന്നും ഇത്തവണ വിമാനങ്ങളുണ്ടാകും. ചില രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിമാനങ്ങൾ ദില്ലി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഇറങ്ങും. നെടുമ്പാശ്ശേരിയിൽ എത്തുന്നവരെ പരിശോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി സിയാൽ അറിയിച്ചു. അതേസമയം ഗൾഫ് നാടുകളിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1.25 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. 642 പേരാണ് ഇതുവരെ ഗൾഫിൽ മരിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.